നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ മാത്രം എത്തിയിരുന്ന ലോകം. ഇന്ന് അതേ ലോകം യുദ്ധവിമാനങ്ങളെ ആകാശത്തേക്കുയർത്തി സ്വീകരണമൊരുക്കുകയാണ്. ആകാശത്ത് ഫൈറ്റർ ജെറ്റുകൾ, നിലത്ത് റെഡ് കാർപ്പറ്റ്. സ്വീകരിക്കാൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ട്. അതുമാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയും സമ്മാനിക്കുന്നു. ഇതൊരു വ്യക്തിക്കുള്ള ആദരവ് മാത്രമാണോ, അതോ ലോകവേദിയിൽ ഭാരതത്തിന്റെ ഉയർന്നുവരുന്ന ശക്തിയുടെ അംഗീകാരമാണോ? ജക്കാർത്തയിൽ നടന്ന ഈ ചരിത്ര നിമിഷങ്ങൾ എന്താണ് ലോകത്തോട് പറയുന്നത്? വിശദമായി നോക്കാം. ഇന്തോനേഷ്യൻ മണ്ണിൽ ചരിത്ര നിമിഷം. മോദിക്കായി യുദ്ധവിമാനങ്ങളുടെ അകമ്പടി, പരമോന്നത ദേശീയ ബഹുമതി. 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് അത്യപൂർവമായിട്ടുള്ള ഒരു രാജകീയ സ്വീകരണമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വിമാനം ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച നിമിഷം മുതൽ യുദ്ധവിമാനങ്ങൾ സുരക്ഷാ അകമ്പടി നൽകി. ജക്കാർത്ത വിമാനത്താവളത്തിൽ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തി സ്വീകരിച്ചു. പരമ്പരാഗത നൃത്താവിഷ്കാരങ്ങൾ, ഗാർഡ് ഓഫ് ഓണർ, ഔദ്യോഗിക ബഹുമതികൾ എല്ലാം ചേർന്ന് ലോക ശ്രദ്ധ നേടിയ സ്വീകരണമായിരുന്നു അത്. എന്നാൽ ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്തോനേഷ്യ വിദേശ രാഷ്ട്ര തലവന്മാർക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദിപൂർണ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ പ്രഖ്യാപിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നൽകിയ നേതൃത്വപരമായ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി. ഇതോടെ മറ്റൊരു ചരിത്രവും കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, UAE, സൗദി അറേബ്യ, ഗ്രീസ്, കുവൈത്ത് തുടങ്ങി ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരുന്നു. ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് ഇന്തോനേഷ്യയുടെ ബഹുമതി. ഇന്തോനേഷ്യയുടെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഇത്തരം പരമോന്നത ബഹുമതികളുടെ എണ്ണം വർദ്ധിച്ചു. ഇതൊരു പുരസ്കാരത്തിന്റെ കഥ മാത്രമല്ല, കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടെ ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ മാറ്റത്തിന്റെ പ്രതീകം കൂടിയാണ്. ഇന്ന് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ, ആഗോള വിതരണ ശൃംഖല, സമുദ്ര വ്യാപാര പാതകൾ, നിർണായക ധാതുക്കൾ, പ്രതിരോധ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, ഏതു വിഷയത്തിലും ഇന്ത്യയുടെ പങ്കാളിത്തം തേടുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയുടെ കരുത്തിൽ ഈ ബന്ധത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. മലാക്ക കടലിടുക്കിനോട് ചേർന്നുള്ള തന്ത്രപ്രധാന ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഇന്തോ പസഫിക് മേഖലയിൽ ഇന്തോനേഷ്യയുടെ പങ്ക് നിർണായകമാണ്. ഈ മേഖലയിലെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സമുദ്ര ഗതാഗതം ഉറപ്പാക്കുക എന്നത് ഇന്ത്യയുടെ പ്രധാന വിദേശ നയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ സഹകരണം ഈ സന്ദർശനത്തിന്റെ കേന്ദ്ര വിഷയമായി മാറുന്നു. ഇന്ത്യ വികസിപ്പിച്ച ലോക പ്രശസ്തമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, നാവികസേനാ സഹകരണം, പ്രതിരോധ വ്യവസായ പങ്കാളിത്തം എന്നിവ ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ കൂടുതൽ ശക്തമാക്കും. ഇതോടൊപ്പം ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റൊരു വലിയ ചുവടുവയ്പ്പിനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനം ഇന്തോനേഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും നടത്തി. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലും പുതിയ കരാറുകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2018 ഇന്ത്യയും ഇന്തോനേഷ്യയും അവരുടെ ബന്ധത്തെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തമായി കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അതിനാൽ ഈ സന്ദർശനം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്തോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു നയതന്ത്ര നീക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ലോകം ഇന്ന് ഇന്ത്യയെ കേവലം ഒരു വലിയ വിപണിയായല്ല കാണുന്നതിൽ ആഗോള തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈ രാജകീയ സ്വീകരണവും പരമോന്നത ദേശീയ ബഹുമതിയും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് നമുക്ക് വിലയിരുത്താം. നോക്കൂ, ലോകം ഇന്ന് ഇന്ത്യയെ കാണുന്നത് പഴയ കണ്ണുകളിലൂടെയല്ല. ജക്കാർത്തയിൽ മോദിക്ക് ലഭിച്ച രാജകീയ സ്വീകരണം അതിന് ഏറ്റവും വലിയ തെളിവാണ്. യുദ്ധവിമാനങ്ങളുടെ അകമ്പടി മുതൽ പ്രസിഡന്റിന്റെ പ്രത്യേക സ്വീകരണം വരെ, ആകാശത്ത് ഫൈറ്റർ ജെറ്റുകൾ, നിലത്ത് റെഡ് കാർപ്പറ്റ്. സ്വീകരിക്കാൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ട്. ഇതൊരു സാധാരണ വിദേശ സന്ദർശനമല്ല. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വളർന്നുവെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ് ജക്കാർത്തയിൽ അരങ്ങേറിയത്. ചരിത്രപരമായ വരവേൽപ്പായിരുന്നു ഇന്തോനേഷ്യൻ മണ്ണിൽ നരേന്ദ്രമോദിജിക്ക് ലഭിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം പുതിയ ഉയരത്തിലേക്ക് പോകുകയാണ്. അതേസമയം ജക്കാർത്ത വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് സ്വീകരിക്കാൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ എത്തിയിരുന്നു. തുടർന്ന് പരമ്പരാഗത സാംസ്കാരിക നൃത്താവിഷ്കാരങ്ങളോടെയും ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണറോടെയും മോദിക്ക് ഹൃദയംഗമമായ സ്വീകരണം നൽകി. പ്രസിഡന്റ് പ്രബോവോയുടെ വ്യക്തിപരമായ ക്ഷണപ്രകാരമാണ് ജൂലൈ 6 മുതൽ 8 വരെ നീളുന്ന ഈ ഔദ്യോഗിക സന്ദർശനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യയിലേക്കുള്ള 4ാമത്തെ സന്ദർശനമാണ്
സന്ദർശനമാണിത്. എന്നാൽ ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട്. 2018 ഇന്ത്യയും ഇന്തോനേഷ്യയും തങ്ങളുടെ നയതന്ത്ര ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധം, സഹകരണം, സമുദ്ര സുരക്ഷ, ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ ഏകോപനം, പ്രതിരോധ സാങ്കേതികവിദ്യ, വ്യാപാര, നിക്ഷേപ മേഖലകൾ തുടങ്ങി നിരവധി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ട്. ഉന്നതതല കൂടിക്കാഴ്ചകൾ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ വ്യവസായ സഹകരണം എന്നിവയ്ക്ക് പുറമെ ഇന്ത്യ വികസിപ്പിച്ച ലോക പ്രശസ്തമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കിയ രാജ്യങ്ങളൊന്നായി ഇന്തോനേഷ്യ മാറിയതും ഈ ബന്ധത്തിന് പുതിയ കരുത്ത് നൽകി. ഇന്നലെയാണ് ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചതു മുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയിരുന്നു. ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള പ്രത്യേക ബഹുമാന സൂചകമായാണ് ഇന്തോനേഷ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ഒരു സുഖോയ് 30 വിമാനവും ഒരു F-16 വിമാനവുമാണ് നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പടി എത്തിയത്. റഷ്യൻ നിർമ്മിച്ച വലുതും ഇരട്ട എഞ്ചിനുള്ളതും 2 പേർക്ക് ഇരിക്കാവുന്നതുമായ യുദ്ധവിമാനമാണ് സുഖോയ് 30. ഇന്ത്യക്കും സ്വന്തമായി സുഖോയ് വിമാനങ്ങളുടെ വൻ ശേഖരമുണ്ട്. ഇന്ത്യൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സുഖോയ് 30 MKI പതിപ്പാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത്. ജക്കാർത്ത വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തി സ്വീകരിച്ചെന്ന് പറഞ്ഞല്ലോ. വിമാനമിറങ്ങിയ ശേഷം തന്റെ വരവിനോടനുബന്ധിച്ചൊരുക്കിയ സാംസ്കാരിക പ്രദർശനങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ 3 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായാണ് അദ്ദേഹം ജക്കാർത്തയിൽ ഇന്നലെ എത്തിയത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ദീർഘകാലമായുള്ള സാംസ്കാരികവും വാണിജ്യപരവുമായ ബന്ധങ്ങളെ ഈ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഇന്തോനേഷ്യ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് നടക്കുന്ന ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം പ്രതിരോധം, സമുദ്ര സുരക്ഷ, ഡിജിറ്റൽ കണക്ടിവിറ്റി, നിർണായക ധാതുക്കൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ഇന്തോ പസഫിക് സുരക്ഷ മലാക്ക കടലിടുക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇന്തോ പസഫിക് സമുദ്ര സുരക്ഷയിൽ ഇന്തോനേഷ്യയുടെ പങ്ക് നിർണായകമാണ്. ആഗോള വ്യാപാരവുമായി പ്രധാനപ്പെട്ട കടൽപാതകൾ ഉള്ളതിനാൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കുറെ കാലമായി ശ്രമിച്ചു വരികയാണ്. ചൈനയുടെ ഇടപെടൽ കുറയ്ക്കുകയാണ് ലക്ഷ്യം. പ്രതിരോധ സഹകരണം, റഷ്യയുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായേക്കും. വ്യാവസായിക പങ്കാളിത്തം, സാങ്കേതിക സംയോജനം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധം സഹകരണം വർദ്ധിപ്പിക്കും. UPI ഇന്തോനേഷ്യയിലും ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയിൽ പ്രവർത്തന സജ്ജമാകുന്നതിന്റെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നു. ഇന്തോനേഷ്യയിൽ ഒന്നിലധികം പണമിടപാട് സംവിധാനങ്ങൾ ഉള്ളതിനാൽ സാങ്കേതിക തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വരും. നീക്കലിന്റെയും നിരവധി തന്ത്രപ്രധാനമായ ധാതുക്കളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരം ഉള്ളതിനാൽ ഇന്തോനേഷ്യയുമായി നിർണായക ധാതു പങ്കാളിത്തത്തിൽ തന്ത്രപരമായ സഹകരണം പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ ജക്കാർത്തയിൽ അരങ്ങേറിയത് ഒരു ഔപചാരിക വിദേശ സന്ദർശനം മാത്രമായിരുന്നില്ല. യുദ്ധവിമാനങ്ങളുടെ അകമ്പടി, പ്രസിഡന്റ് നേരിട്ടുള്ള സ്വീകരണം, പരമോന്നത ദേശീയ ബഹുമതി ഇവയെല്ലാം ചേർന്ന് ലോകവേദിയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന വർദ്ധിച്ചുവരുന്ന അംഗീകാരത്തിന്റെ പ്രതീകങ്ങളായി മാറുകയാണ്. അതേസമയം ഈ സന്ദർശനത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം സ്വീകരണ ചടങ്ങുകളിലോ ബഹുമതികളിലോ മാത്രം ഒതുങ്ങുന്നില്ല. പ്രതിരോധ സഹകരണം, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ, സമുദ്രതന്ത്രം, ഡിജിറ്റൽ കണക്ടിവിറ്റി, വ്യാപാരം, നിക്ഷേപം, നിർണായക ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും കൈകോർക്കുമ്പോൾ അത് ഭാവിയിലെ ഏഷ്യൻ ശക്തി സമവാക്യങ്ങളെയും ആഗോള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന പങ്കാളിത്തമായി മാറാനാണ് സാധ്യത. ഒരു കാലത്ത് ലോകവേദിയിൽ ഇന്ത്യയെ ഒരു വലിയ വിപണി എന്ന നിലയിൽ മാത്രം കണ്ടിരുന്ന രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ ഒരു നിർണായക തന്ത്രപ്രധാന പങ്കാളിയായാണ് കാണുന്നത്. ആ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈ ചരിത്ര സ്വീകരണം, പരമോന്നത ദേശീയ ബഹുമതി. ലോകം മാറുകയാണ്, അതിനൊപ്പം ഭാരതത്തിന്റെ സ്ഥാനം കൂടി മാറുകയാണ്. ഇനി ലോകരാഷ്ട്രീയത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഭാരതത്തിന്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകുക എളുപ്പമല്ലെന്ന സന്ദേശമാണ് ജക്കാർത്ത ലോകത്തിനു മുന്നിൽ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജക്കാർത്തയിലെ ഈ രാജകീയ സ്വീകരണം ഇന്ത്യയുടെ ഉയർന്നുവരുന്ന ആഗോള സ്വാധീനത്തിന് തെളിവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നന്ദി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.